സ്റ്റാർ സിംഗർ സീസൺ 10ൻ്റെ 104ാമത് എപ്പിസോഡിനെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണിത്. ഇന്നത്തെ എപ്പിസോഡിൽ ആങ്കറിങ്ങിനായി വർഷയില്ല, മിഥുൻ മാത്രമേ ഉള്ളൂ. വർഷ സിനിമാഭിനയത്തിൻ്റെ തിരക്കിലാണ്. ഈ വീഡിയോയിൽ കണ്ടസ്റ്റൻസിന് ഓരോരുത്തർക്കും ലഭിച്ച മാർക്സ് എത്രയാണ്, ഓരോരുത്തരും പാടിയ പാട്ടുകൾ ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ ഹൈലൈറ്റ്സ് എന്നൊക്കെയൊന്ന് നോക്കാം. സ്റ്റാർ സിംഗർ സീസൺ തുടങ്ങിയത് മുതൽ 44 റൗണ്ട് മത്സരങ്ങൾ ഇതുവരെ കഴിഞ്ഞു. ഇതുവരെയുള്ള മത്സരങ്ങളിൽ നിന്നായി കണ്ടസ്റ്റൻസിന് ഓരോരുത്തർക്കും ലഭിച്ചിട്ടുള്ള മാർക്സിൻ്റെ ബേസ് ചെയ്ത് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഈ എപ്പിസോഡിൽ എല്ലാവരെയും കാണിക്കുന്നുമുണ്ട്. ലാസ്റ്റ് എലിമിനേഷൻ കഴിഞ്ഞിട്ട് 15ാമത്തെ റൗണ്ട് മത്സരങ്ങളാണ് ഇന്നു മുതൽ തുടങ്ങുന്നത്. ഇതുവരെയുള്ള സീസണിൽ ഒന്നും ലഭിക്കാത്ത അത്ര അവസരങ്ങൾ ഈ സീസണിലെ കണ്ടസ്റ്റൻസിന് ലഭിച്ചു കഴിഞ്ഞു ഫിനാലയിലേക്ക് കയറാനായി. റോഡ് ടു ഫിനാലെ മത്സരങ്ങൾ ഏതാണ്ട് അവസാനിക്കാറായിരിക്കുകയാണ്. ഇനി 2 റൗണ്ട് മത്സരങ്ങളാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് പുതിയതായി. ഈ 8 കണ്ടസ്റ്റൻസിനും അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള ജോണറിലുള്ള പാട്ടുകൾ പാടാനുള്ള അവസരമാണ് റോഡ് ടു ഫിനാലെ ചലഞ്ചിലൂടെ നൽകുന്നത്. അത് സോളോയുമുണ്ട്, ഡ്യുവറ്റ് പെർഫോമൻസുമുണ്ട്. എപ്പിസോഡിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് കാണിക്കുന്നത്. റാങ്ക് 1 ആയി നിൽക്കുന്നത് ശിവപ്രിയ സുരേഷാണ്. ശിവപ്രിയയുടെ ഗ്രാഫ് ഇങ്ങനെയാണ്. വളരെ താഴെയിൽ നിന്ന് തുടങ്ങി വളരെ ഉയരത്തിലെത്തിയിരിക്കുകയാണ് ശിവപ്രിയ. 15 ഗോൾഡൻ സ്റ്റാർസ് ഇതുവരെ നേടി. ശിവപ്രിയ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. രണ്ടാമതായി കാണിക്കുന്നത് കൃഷ്ണശ്രീയുടെ റിപ്പോർട്ട് കാർഡാണ്. വളരെ സ്റ്റഡിയായി കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്താണ് കൃഷ്ണശ്രീ 99.5 എന്ന ആവറേജ് നേടിയത്. 19 ഗോൾഡൻ സ്റ്റാർസ് നേടി ഇതുവരെ. റാങ്ക് ലിസ്റ്റിൽ 3ാമതുള്ള തീർത്ഥയുടെ റിപ്പോർട്ട് കാർഡാണ് അടുത്തത്. 99.4 ആവറേജ് ഉണ്ട് തീർത്ഥയ്ക്ക്. തീർത്ഥയുടേതും സ്റ്റഡിയായ ഒരു ഗ്രാഫ് തന്നെയാണ്. 15 ഗോൾഡൻ സ്റ്റാർസ് ആണ് നേടിയത് തീർത്ഥ ഇതുവരെ. 4ാം സ്ഥാനത്തുള്ള അർജുൻ്റെ റിപ്പോർട്ട് കാർഡാണ് അടുത്തതായിട്ടുള്ളത്. അർജുൻ്റെ ഗ്രാഫും 99.5 സ്കോറുമായി കൺസിസ്റ്റൻ്റായാണ് പോകുന്നത്. 13 ഗോൾഡൻ സ്റ്റാർസ് ലഭിച്ചു ഇതുവരെ അർജുന്. 5ാമതെത്തി നിൽക്കുന്നത് വൈശാഖനാണ്. വൈശാഖൻ്റെ റിപ്പോർട്ട് കാർഡിൽ കാണിച്ച സ്കോർ 99.3 ആണ്. ഒരുപാട് താഴെ പോവാതിരുന്നൊരു കണ്ടസ്റ്റൻ്റ് കൂടിയാണ് വൈശാഖൻ. 11 ഗോൾഡൻ സ്റ്റാർസ് നേടി. 6ാം സ്ഥാനത്തുള്ള സൂര്യനാരായണന് ആവറേജ് ലഭിച്ചിട്ടുള്ളത് 99.2 ആണ്. ഏറ്റവും കൂടുതൽ ഉയർച്ചയും താഴ്ചയും കാണിച്ചിട്ടുള്ളത് സൂര്യൻ്റെ ഗ്രാഫാണ്. 6 ഗോൾഡൻ സ്റ്റാർസ് ആണ് ഇതുവരെ ലഭിച്ചത് സൂര്യന്. ഈ സീസണിലെ ഏറ്റവും ജനപ്രിയനായ താരം സൂര്യനാണ്. 7ാം സ്ഥാനത്തുള്ളത് വിധുരാജാണ്. വിധുവിൻ്റെ ഗ്രാഫ് നോക്കാം. 99.4 ആണ് വിധുവിൻ്റെ സ്കോർ. ഇതുവരെ 12 ഗോൾഡൻ സ്റ്റാർസ് നേടിയ വിധുവിന് കഷ്ടകാലമാണ്. ഗ്രാഫ് കുറച്ച് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് വിധുവിൻ്റെ. 4-5 റൗണ്ടുകളിൽ 1ാം സ്ഥാനത്ത് എത്തി നിന്നിരുന്ന കണ്ടസ്റ്റൻ്റാണ് വിധു. 8ാമത് റാങ്ക് നേടിയ ദിൽരാജിൻ്റെ സ്കോർ 99.3 ആണ്. വളരെ കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ദിൽരാജിനും അതുപോലെ തന്നെ ഒരു ഡിപ്പ് വന്നിട്ടുണ്ട് ഈ അടുത്തായി. 11 ഗോൾഡൻ സ്റ്റാർസ് നേടിയിട്ടുണ്ട്. ഈ എപ്പിസോഡിലെ മത്സരങ്ങൾ തുടങ്ങുമ്പോൾ റോഡ് ടു ഫിനാലെ ചലഞ്ചിൽ സോളോ പെർഫോമൻസുമായി എത്തുന്നത് ശിവപ്രിയയാണ്. ഏകലവ്യൻ എന്ന സൂപ്പർ ഹിറ്റ് സുരേഷ് ഗോപി ചിത്രത്തിലെ ഗാനമാണ് ശിവപ്രിയ സെലക്ട് ചെയ്തിട്ടുള്ളത്. ചിത്രചേച്ചിയുടെ മികച്ച പാട്ടുകളിൽ ഒന്നായി കരുതുന്ന നന്ദകിശോര ഹരേ മാധവ എന്നു തുടങ്ങുന്ന ഗാനമാണ് ശിവപ്രിയ അതിമനോഹരമായി ഇവിടെ ആലപിച്ചത്. ഈ പാട്ടിൽ കോറസിന് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട്. ഓൾമോസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയാവുന്ന തരത്തിലാണ് ശിവപ്രിയ പാടിയത് ഈ പാട്ട്. ശിവപ്രിയയുടെ സൗണ്ട് മാത്രമാണ് ഒരു അട്രാക്റ്റീവ് അല്ലാത്ത തരത്തിൽ തോന്നുന്നത്. 99.9 മാർക്കാണ് ശിവപ്രിയയ്ക്ക് ലഭിച്ചത്. ലാസ്റ്റ് എപ്പിസോഡിലാണ് ആദ്യമായി 99.9 ഒക്കെ നൽകിയത്. ശിവപ്രിയ റാങ്ക് ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ് ഇപ്പോഴും. അടുത്തതായി പാടാനെത്തുന്നത് ഏറ്റവും കുറവ് മാർക്കുള്ള 2 പേരാണ്. ദിൽരാജും വിധുരാജുമാണത്. റോഡ് ടു ഫിനാലെ ഡ്യുവറ്റ് ചലഞ്ചിലാണ് ഇവർ 2 പേരും എത്തുന്നത്. സംഗമം എന്ന സൂപ്പർ ഹിറ്റ് തമിഴ് ചിത്രത്തിലെ MS വിശ്വനാഥൻ, ഹരിഹരൻ എന്നിവർ ചേർന്ന് പാടിയ ഗാനമാണ് ഇവർ 2 പേരും ചേർന്ന് പാടുന്നത്. മഴത്തുള്ളി എന്ന് തുടങ്ങുന്ന ഗാനം മികച്ച രീതിയിൽ അവതരിപ്പിച്ചു ഇവർ 2 പേരും. 2 പേരുടെ പെർഫോമൻസിലും ദിൽരാജിൻ്റെ പെർഫോമൻസാണ് മുന്നിട്ട് നിന്നിരുന്നത്. വിധുരാജ് കോൺഫിഡൻസ് കുറവായി തന്നെ ഈ എപ്പിസോഡിലും കാണപ്പെട്ടു. ഇന്നത്തെ പാട്ടിനിടയിൽ ഒരു ഹൈ പിച്ച് എടുക്കുമ്പോൾ വെള്ളി അടിക്കുന്നുണ്ടായിരുന്നു വിധുവിന്. ഇത് കണ്ട് ചിത്രചേച്ചി അയ്യോ എന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കുന്നത് കാണാമായിരുന്നു. അതിനുശേഷം ചെറുതായി ഒന്ന് അൺസ്റ്റഡി ആയെങ്കിലും ബാലൻസ് ചെയ്തു വിധു.
98.5 മാർക്കാണ് വിധുവിന് നേടാനായത്. മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ദിൽരാജിന് 99.5 മാർക്ക് ലഭിച്ചു. ദിൽരാജ് റാങ്ക് ലിസ്റ്റിൽ 8ാം സ്ഥാനത്ത് നിന്ന് അതോടുകൂടി 2ാം സ്ഥാനത്തെത്തി. വിധു 7ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തേക്ക് വീണ്ടും എത്തി. ദിൽരാജിനെ 3ാം സ്ഥാനത്തേക്ക് മാറ്റിയിട്ട് മറ്റുള്ളവരുടെ 15ാം റൗണ്ട് മത്സരങ്ങൾ നടക്കുന്നതിനനുസരിച്ച് ഈ റാങ്ക് ടേബിൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഈ എപ്പിസോഡിൽ അവസാനമായി മത്സരിക്കാൻ എത്തുന്നത് കൃഷ്ണശ്രീയാണ്. അഗ്നിപുത്രി എന്ന ചിത്രത്തിലെ ഗാനമാണ് കൃഷ്ണശ്രീ പാടുന്നത്. ഈ സുശീലാമ്മ പാടി സൂപ്പർ ഹിറ്റാക്കിയ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്ന അതിമനോഹരമായ ഗാനമാണ് ഇത്തവണ കൃഷ്ണശ്രീ സെലക്ട് ചെയ്തിട്ടുള്ളത്. തികച്ചും കൃഷ്ണശ്രീയുടേതായ ഒരു ശൈലിയിലാണ് ഈ പാട്ട് കൃഷ്ണശ്രീ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. എങ്കിലും പാട്ടിനൊരു കേടുപാടും വരാത്ത തരത്തിൽ മികച്ച രീതിയിൽ പാടി കൃഷ്ണശ്രീ. ചെറിയ ചില മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. ശ്വാസം എടുക്കുന്നതിനായി കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ചില പോർഷനിൽ. ഈയിടെ 18 വയസ്സ് തികഞ്ഞ കൃഷ്ണശ്രീക്ക് ഒരു ആരാധകന്റെ ആഗ്രഹപ്രകാരം ഒരു ഗിഫ്റ്റ് നൽകുന്നുണ്ട് മിഥുൻ. ചിത്രചേച്ചിയെ കൊണ്ടാണ് ആ ഗിഫ്റ്റ് തുറപ്പിക്കുന്നത്. ഗിഫ്റ്റിലുള്ളത് കൃഷ്ണശ്രീയുടെ വോട്ടർ ID കാർഡാണ്. കൃഷ്ണശ്രീയുടെ അച്ഛനാണത് ചിത്രചേച്ചിയെ ഏൽപ്പിച്ചത്. 99.7 മാർക്ക് നേടിയ കൃഷ്ണശ്രീ അങ്ങനെ റാങ്ക് ലിസ്റ്റിൽ 2ാമതെത്തിയിരിക്കുന്നു. 1491.6 മാർക്കാണ് കൃഷ്ണശ്രീക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ മുഴുവൻ കണ്ട് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.